ഞാൻ പാടുമേ നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൻ ദൈവകുഞ്ഞാ. ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് സുശേഷൻ ചാണ്ടപ്പിള്ള ബ്രദറിൻ്റെ ഭവനത്തിലാണ്. മംഗളമായിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി ഞങ്ങൾ പങ്കുവെക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങളെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ലഭിച്ച സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ഇതിനോടുള്ള സ്നേഹവും നന്ദിയും ആദ്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുക. സന്തോഷം. എന്നെ വാങ്ങുവാൻ പൊൻവൈര്യമോ നല്ല മറുവിലയായി എന്നേശുയാഗമായി തീർന്നതിനാൽ സാറിൻ്റെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. ആദ്യമായിട്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാനുണ്ടായ ഒരു സാഹചര്യത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവവൈതലായി മാറുന്നത്. ഒരു CSI കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. CSIയിൽ പള്ളി തന്നെ ഞങ്ങൾ ഉൾപ്പെട്ടു നിന്ന പള്ളി ഒരു വലിയ പള്ളികളാണ്. ഒരുപാട് ഇടവക്കാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുമായിരുന്നു. ആ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാൻ വരുന്നത് നല്ല സുവിശേഷ ദർശനമുള്ള ദൈവദാസന്മാരായിരുന്നു. അപ്പോൾ അവരുടെ പ്രസംഗം എൻ്റെ ചെറുപ്രായം മുതൽ കേൾക്കുന്നെങ്കിൽ തന്നെയും അതത്ര കണ്ടന്ന് സ്വീകരിച്ചില്ല. കുറേ ആ പ്രായത്തിൽ ഉഴപ്പാവുന്ന വിധത്തിലൊക്കെ ഉഴപ്പി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ ഞങ്ങളുടെ അടുത്ത് ഒരു സഭ ഉണ്ടായി. അന്ന് ഈ ബ്രദർകാരെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ അറിയാവുന്നത് പെന്തക്കോസ്തുകാരെയാണ് ഞങ്ങളുടെ സമൂഹം. പിന്നെ ക്രൈസ്തവ മറ്റ് സമുദായങ്ങൾ വിട്ടാൽ പിന്നെ അറിയുന്നത് ഈ പെന്തക്കോസ്തുകാരെയാണ്. അതിൽ ഈ മുളക്കഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ്, അവിടുത്തെ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി, എപ്പോഴും അത് ഓർക്കുന്നതാണ്. അദ്ദേഹം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എപ്പോഴും വന്ന് എന്നോട് അത് നന്നായിട്ട് സുവിശേഷം പറയുമായിരുന്നു. കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന കാര്യം പറയുമായിരുന്നു. അതൊന്നും ചെവി കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം അല്പം നേരത്തെ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു കൺവെൻഷനുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഒരു വീടിൻ്റെ മുറ്റത്ത്. അന്ന് ഇതുപോലെ വലിയ പന്തലൊന്നുമല്ല, ഓലപ്പന്തല. ഇരിക്കാൻ കൊടുക്കുന്നത് ഓലയാണ്, ഈ മടഞ്ഞ ഓലയാണ് ആളുകൾക്ക് ഇരിക്കാൻ കൊടുക്കുന്നത്. ബെഞ്ചോ കസേരയൊക്കെ വളരെ പ്രായം ചെന്നവർക്കുമല്ലോ, പിന്നെ പ്രസംഗകരായവർക്കുമല്ലോ. ബാക്കിയുള്ളവരെല്ലാം പ്രായമുള്ളവരും കൊച്ചുപിള്ളേരും എല്ലാം ഈ ഓലക്കീറയിലായി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഇദ്ദേഹം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി നല്ലൊരു മുറ്റമുള്ള നല്ലൊരു പന്തലുമൊക്കെ കെട്ടി നല്ല ട്യൂബൊക്കെ പ്രകാശിച്ച് നല്ല പാട്ടുമൊക്കെ പാടുന്നു. ഇന്നത്തെ പോലെ കൊയറൊന്നും അല്ല, നല്ല ട്രമ്മൊക്കെ അടിച്ച് ഭംഗിയായിട്ട് ഒരു സന്തോഷം വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം കയറി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. ഒരു കരിങ്കൽ കൂന അവിടെ ഉണ്ടായിരുന്നു, അതിൽ ഒരു കല്ലേ കയറി അങ്ങനെ ഇരുന്ന് ഇത് കേട്ടു. വാസ്തവത്തിൽ അന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ദിവസമായിരുന്നു. വ്യക്തമായി നമ്മളിപ്പോൾ പറയുന്ന പോലെ ലളിതമായി സുവിശേഷം രക്ഷയുടെ കാര്യം വന്ന ദൈവദാസൻ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു. അന്ന് രാത്രി ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ ഈ കരിങ്കല്ലിൽ നിന്ന് എഴുന്നേറ്റ് പന്തലിലേക്ക് ചെന്ന് എൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് അന്ന് യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ സാക്ഷി ഞാൻ ഉറക്കെ എല്ലാവരും കേൾക്കാൻ പറഞ്ഞു. മൈക്കിൻ്റെ മുമ്പിലല്ല, ആ പന്തൽ മുഴുവൻ കേൾക്കത്തക്കവണ്ണം ഞാൻ ശബ്ദമുയർത്തി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. പിന്നെ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുറപ്പിച്ചത് ചാത്തന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ 2 പാസ്റ്റേഴ്സാണ്. അതിലൊരാൾ ഇപ്പോൾ ഉണ്ട് കോന്നിയിലൊരു PM തോമസാണ്, വേറൊരാളൊരു സണ്ണിയാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് ബ്രദറിലേക്ക് വന്നായിരുന്നു.
അദ്ദേഹം മരിച്ചുപോയി, കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. ഇവർ രണ്ടുപേരും കൂടെ എന്നെ കണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും ആത്മീയ കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തുകയും ചെയ്തു. അതാണ് എൻ്റെ കർത്താവിങ്കിലേക്കുള്ള വരവിൻ്റെ ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയും. അതിനുശേഷം എത്രാമത്തെ വയസ്സിലാണ് സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചത്? അന്ന് ഈ 19-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ആ പാസ്റ്റർ എന്നെ കുമ്പനാട്ട്, ഇപ്പോഴാണ് അവർ തിരുവല്ലയിലെങ്ങാണ്ട് സ്ഥലം വാങ്ങിച്ചു വലിയ ജനറൽ കൺവെൻഷൻ നടത്തുന്നുണ്ട്. അന്ന് ഈ ചർച്ച് ഓഫ് ഗോഡുകാരെ ഇവർക്ക് കുമ്പനാട് IPCയുടെ കഴിഞ്ഞ് കുമ്പനാട് ജംഗ്ഷനോട് കുറേ കൂടെ അടുത്ത് ഒരു 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 ചർച്ചും ഹോളും അതിൻ്റെ സ്ഥാപനവും മൈതാനവും ഒക്കെ ഉണ്ട്. അവിടെ ഒരു കൺവെൻഷന് വേണ്ടി ഇദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടു, അവിടുത്തെ പാട്ടും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. അന്ന് ഞാൻ 10th പാസ്സായി, ITIയും കഴിഞ്ഞേച്ച് നിൽക്കുന്ന സമയം. അന്ന് അതൊക്കെ ഒരു നല്ല ഒരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിന് പോന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അന്ന് അല്പം പാടാനും പാട്ട് കേൾക്കാനും, ഇന്നും പാട്ടിന് മുമ്പിൽ ഞാൻ ബലഹീനനാണ്. ഒരുപാട് പാട്ട് കേൾക്കുക. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ഞാൻ ചെറിയ ശബ്ദത്തിൽ പാട്ട് വെച്ചുകൊണ്ടാണ് ഇന്നും ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അന്നേരം ഞാൻ ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് ബൈബിൾ സ്കൂളിൽ, നിങ്ങളുടെ ബൈബിൾ സ്കൂളിലൊന്ന് അയക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെറുപ്പത്തിൽ മാമോദീസ ഏറ്റതാണ്, സ്നാനപ്പെട്ടിട്ട് നിങ്ങൾ എന്നെ ബൈബിൾ സ്കൂളിൽ വിടേണ്ട, നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ ഞാൻ പോകുന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അത് ദൈവഹിതമായിരുന്നുവെന്ന് ഞാൻ കരുതട്ടെ. നമ്മൾ എവിടെ ആകണമെന്നുള്ളൂ ദൈവമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വഴി അന്നങ്ങ് പോയേനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 19 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പൻ ഞങ്ങളുടെ ആ സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് മല്ലപ്പള്ളിയിൽ പാടിമണ്ണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വെച്ചാണ് ഈ പറഞ്ഞ ബാപ്റ്റിസ്റ്റിലെ ഈ സഹോദരന്മാരെ കാണുന്നത്. അപ്പോൾ അന്നും എനിക്ക് വചനം പഠിക്കാനുള്ള താല്പര്യം. ഞാൻ അല്പം പുറകോട്ടൊന്ന് പോട്ടെ. എൻ്റെ ചെറുപ്രായം മുതൽ എന്തോ ഒരു ദൈവഭക്തി എന്നിലുണ്ട്. അന്ന് ഞാൻ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോൾ ഉഴപ്പനും എന്നാലും ഈ പഠിക്കുമ്പോൾ ഉള്ളിലൊരു ദൈവഭയമുണ്ട്. പോകുന്നിടത്ത് ഇങ്ങനെ നോക്കും വല്ലവരും ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ മുട്ടുകുത്തും. കൂടുതലൊന്നും പറയാനറിയാൻ യേശുവേ എന്നെ രക്ഷിക്കണമേ, പഠിക്കാൻ ബുദ്ധി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എഴുന്നേൽക്കും. പിന്നെ വീട്ടിൽ വന്നാലുണ്ടല്ലോ, ഞങ്ങളുടെ അച്ചായൻ്റെ ഉടുപ്പെടുത്തിടും. അന്ന് പയ്യനാ. ഉടുപ്പെടുത്തിടുമ്പോൾ അച്ഛൻ്റെ കുപ്പായം പോലെ ഇരിക്കും. എന്നിട്ട് ചുമ്മാ ഒന്നും അറിയാൻ വയ്യ, വെറുതെ ഇങ്ങനെ പ്രസംഗം പോലൊക്കെ അങ്ങ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ചെറുപ്പം മുതൽ എന്നിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാടിമണ്ണിൽ വന്നല്ലോ, സ്ഥലം വിറ്റിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന്മാരെ കണ്ടു, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുകയും നടത്തുകയും ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിൾ സ്കൂളിൽ. അങ്ങനെ അവരെന്നെ ചാത്തന്നൂരിൽ പറഞ്ഞയച്ചു. അവിടെ 3 വർഷത്തെ പഠനമായിരുന്നു. അങ്ങനെ അവിടെ 2ാം വർഷം പഠിക്കുമ്പോഴാണ് എലന്തൂരെ KA ജോർജ് സാർ അപ്പോസ്തോല പ്രവൃത്തികൾ പഠിപ്പിക്കുന്നത്. അന്ന് ബൈബിൾ സ്കൂളിൽ പോയത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ള ചിന്ത വെച്ചല്ല. അവിടെ സ്നാനപ്പെട്ടു തന്നെ. ഞാൻ അവിടെ 1ാം വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഒത്തിരി വാദപ്രതിവാദം, അന്ന് പന്തളത്തെ CV ജോർജ് സാറും ഒക്കെയാണ് അന്നത്തെ MM സക്രിയ സാറ്. അവരോടൊക്കെ ഞാൻ ചുമ്മാതെ ഒന്നും അറിയാൻ വയ്യെങ്കിലും ഞാൻ ചുമ്മാതെ ഇട്ടുകൊണ്ട് വാദിക്കുമായിരുന്നു. ഒടുവിൽ ഞാൻ 2ാം വർഷമായപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള വലിയ താല്പര്യം വന്നു. അവിടെ തന്നെയാണ് PA ജോൺ സാറാണ് എന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം ഇന്നും ചാത്തന്നൂരുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പഠിക്കാൻ പോയത് സുവിശേഷ വേലയ്ക്കല്ല. ഞാൻ 2ാം വർഷം പഠിക്കുമ്പോൾ അപ്പോസ്തോല പ്രവൃത്തികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓർക്കുന്നു, ആ കുഞ്ഞുനാളിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു താല്പര്യം, ഉഴപ്പനാണെങ്കിലും ഒരു താല്പര്യം, ആ താല്പര്യം ദൈവം അന്നേ തന്നതായിരുന്നു. എന്നെ വിളിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കുഞ്ഞുനാളിൽ എനിക്കറിയാൻ വയ്യല്ലോ. എന്നാൽ ഈ 2ാം വർഷം അപ്പോസ്തോല പ്രവർത്തികളിൽ ആ പ്രവർത്തനവും മിഷണറി യാത്രയും എല്ലാം പഠിച്ചു വന്നപ്പോൾ ശക്തമായ ഹേമം എനിക്കുണ്ടായി വേല ചെയ്യണമെന്ന്. ഇനി ഉടൻ സമർപ്പിക്കാനും ഞാൻ തീരുമാനിച്ചില്ല. ഞാനൊരു 10 മാസത്തോളം എടുത്തു. രാത്രി എല്ലാവരും ഡോമട്രി കിടന്നുറങ്ങുമ്പോൾ
ഞാനും ഇന്ന് മഞ്ഞാലുംമൂടിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം മരിച്ചുപോയി, ബാബു പി ഹെൻറി. അദ്ദേഹവും എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹവും ഞാനും കൂടെ രാത്രിയിൽ മുറിയിൽ ചെന്ന് മണിക്കൂറുകൾ ദൈവസേനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, കർത്താവേ, എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ താല്പര്യം അങ്ങ് തന്നതല്ലെങ്കിൽ അതങ്ങ് മാറ്റണം. അങ്ങ് തന്നതാണെങ്കിൽ വേലയ്ക്കിറങ്ങാൻ കുറേ കൂടെ പ്രകാശനം എനിക്ക് നൽകണം. അന്ന് ചെറുപ്രായമാണേലും അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ജ്ഞാനം ദൈവം തന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ബോധ്യമായി. അങ്ങനെ 22 വയസ്സുള്ളപ്പോൾ, 23-ാമത്തെ വയസ്സിൽ വേലയ്ക്കിറങ്ങി, 22 വയസ്സുള്ളപ്പോൾ ദൈവവേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചു. ആ കാലഘട്ടങ്ങളിൽ വീട്ടിലെ ആത്മീയ പശ്ചാത്തലമൊക്കെ എങ്ങനെയായിരുന്നു? സാമ്പത്തികമായ ചുറ്റുപാടൊക്കെ അനുകൂലമായിരുന്നു? പറയാം. എനിക്ക് ഞങ്ങളുടെ വീട് ഒരു സാധാരണ വീടായിരുന്നു. ഈ സാധാരണ ആളുകൾ കുടുംബത്തിൻ്റെ പുകഴ്ചയൊക്കെ പറയും. അങ്ങനെ പറയാനാണെങ്കിൽ അല്പസ്വല്പം പറയാനുണ്ട്. ഞങ്ങളുടെ ഒരു നല്ല കുടുംബം. ഈ ചാണ്ടപ്പിള്ള എന്നുള്ളത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ ഒരു പേരാണ്. എന്നാൽ ഞങ്ങളുടെ ആളുകളൊക്കെ വലിയ തരക്കേടില്ലാതൊക്കെ അന്നത്തെ ഒരു ഇടത്തരം ആളുകളാണ്. പക്ഷേ ഞങ്ങൾ ഇടത്തരത്തേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭവനം. ഞങ്ങളുടെ അച്ഛന് ചെറിയ പണികളൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ജീവിച്ചത്. 6 മക്കളുണ്ടായിരുന്നു. ഈ 6 മക്കളിൽ 5 ആമ്പിള്ളാരാണ്. ആമ്പിള്ളാരെന്ന് പറഞ്ഞാൽ വല്ലോ കല്ലി എന്നാൽ വെള്ളമാകുന്ന പ്രായമാണ്. ഇതുങ്ങളെല്ലാം നോക്കണ്ടേ. പിന്നെ ഒരു പെണ്ണുമുണ്ട്. ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് ആ ബുദ്ധിമുട്ടിലൊക്കെ ഒരുപാട് സഹിഷ്ണുത കാണിച്ചത്. പിന്നെ ഒരാത്മീയ CSI ആണെങ്കിലും ഒരാത്മീയ പശ്ചാത്തലമെന്ന് പറയാനൊക്കെയല്ല. കുടുംബ പ്രാർത്ഥന നടത്തണമെന്ന് എൻ്റെ അപ്പന് നിർബന്ധമാണ്. ഇനി അപ്പൻ ഇരുന്നില്ലേ തന്നെ ഞങ്ങൾ പാട്ടുപാടണം, സന്ധ്യയിൽ പാട്ടുപാടണം, വേദപുസ്തകം വായിക്കണം. എന്നാലേ ഞങ്ങൾക്ക് അന്നൊക്കെ വൈകിട്ട് കഞ്ഞി തരത്തുള്ളൂ. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു സാമ്പത്തിക ഭദ്രതയെന്നും പറയാനൊക്കുകയില്ല, ആത്മീയ ഭദ്രതയെന്നും പറയാനൊക്കുകയില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ വെച്ചാണ് ഞാനാണ് ഒറ്റയ്ക്ക്, ഒരളവിൽ പറഞ്ഞാൽ ഏകനായി. യാക്കോബിനെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവനോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല, അവൻ തനിയെ ഞാൻ അവനെ നടത്തി എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു ആരംഭത്തിൽ. എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ ദൈവം തനിയെ നടത്തി. പക്ഷേ എൻ്റെ ഈ ചിലർ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് നോർത്ത് ഇന്ത്യയിലോ എവിടോട്ടേലും വേലയ്ക്ക് പോവുക. ഞാനങ്ങനെ പോയില്ല. ഞാൻ പാടിമണ്ണിലുള്ള ബ്രദർകാർ, ഇന്ന് വർക്കവറി സാറ് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ഒരു നല്ല ഉപദേഷ്ടാവായിരുന്നു. പിന്നെ ഒരു KP മത്തായി സുവിശേഷകനുണ്ടായിരുന്നു. ആ സുവിശേഷകൻ ഇന്ന് ഒക്കലോഹോമയിലോ മറ്റോ താമസിക്കുന്നുണ്ട്. ഇവർ 2 പേരും അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ പാടിമണ്ണ്, എഴുമറ്റൂര് ജസ്വിൻ്റെ വലിയപ്പച്ചൻ അവറാച്ചൻ അപ്പച്ചൻ്റെ കൂടെയും അവറാച്ചൻ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ യോഹന്നാൻ അപ്പച്ചൻ്റെ കൂടെയും ഒക്കെ ഞാൻ നടന്ന് പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 23 വയസ്സ് കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ ഇവർക്കും ഞാൻ ഏറ്റു പറയും. അപ്പോൾ ആദ്യം ഞാൻ യെരുശലേമിൽ തന്നെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യെരുശലേമിൽ തന്നെ സുവിശേഷം അറിയിക്കാൻ 1.5 വർഷമെടുത്തു. ആ 1.5 വർഷത്തിനുള്ളിൽ എൻ്റെ കുടുംബത്തെ മുഴുവൻ ഒറ്റ കുളമ്പില്ലാതെ എല്ലാത്തിനെയും കർത്താവിന് വേണ്ടി നേടാൻ നേരിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ ആളുകളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് സുവിശേഷം പറയിപ്പിച്ച് കർത്താവിനെ അവരെല്ലാവരും, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ 4 സഹോദരന്മാർ, സഹോദരി, എല്ലാവരും കർത്താവിനെ അംഗീകരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം, അത് കഴിഞ്ഞ് എൻ്റെ ഫാദറും മദറും ഒക്കെ മരിച്ചു. അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾക്കൊക്കെ ദൈവം ജോലി കൊടുത്തു. ഒരുത്തൻ റെയിൽവേ കൊടുത്തു, ഒരുത്തൻ ബോംബെയിൽ മറ്റൊരു കോൺട്രാക്റ്റ് ജോലി കൊടുത്തു. അതിന് ശേഷം അവൻ കുവൈറ്റിലും സൗദിയിലും പോയി. ഇളയ അനുജനും അങ്ങനെ പോയി. പെങ്ങളെയും നല്ല കുഴപ്പമില്ലാതെ അവളും ജീവിക്കുന്നു. ദൈവം ആ സാമ്പത്തികം മോൻ ചോദിച്ചത് കൊണ്ടാണ്. സാമ്പത്തികമായ ഭദ്രത, ആത്മീയമായതാണ് മെച്ചം. എൻ്റെ ഇളയ അനുജനുമൊക്കെ ആണെങ്കിൽ പാടിമൺ സഭയുടെ ചുമതല വഹിക്കുന്ന സഹോദരന്മാരിൽ ഒരാളാണ്. അങ്ങനെ എല്ലാവരും ആത്മീക സന്തോഷം അനുഭവിച്ചു പോകുന്നു. അപ്പൻ നല്ല സന്തോഷവാനായിരുന്നു. മാനസാന്തര വെളുപ്പിനെ 4 മണിക്കും 4:30ക്കും 5-നും ഒക്കെ എഴുന്നേറ്റ് ഉറക്കപ്പാട്ട് പാടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബം മുഴുവൻ ആത്മീയ ഭദ്രതയിലും വന്നു. സാമ്പത്തികമായി
തെറ്റില്ലാത്ത വിധത്തിൽ അവരൊക്കെ ജീവിക്കുന്നുണ്ട്. സ്വരം സഭാ സ്ഥാപനം എന്ന ലക്ഷ്യത്തോടുകൂടി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് ഏത് സഭാ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ ആദ്യം അങ്ങനെ 1.5 വർഷം അവിടെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഈ KP മത്തായി എന്ന് പറയുന്ന ആ സുവിശേഷകൻ, ഇപ്പോൾ ഒക്കലോഹോമയിലായിരിക്കുന്ന ആ സുവിശേഷകൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഹൈ റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം നമ്മൾ ഹൈ റേഞ്ച് കേട്ടിട്ടേ ഉള്ളൂ, ഒന്നും എനിക്കറിയാം. ഞാനാകെ ഞങ്ങളുടെ ആ ഏറിയ വീട്ട് അല്ലെ കൊല്ലത്ത് ചാത്തന്നൂർ വരെ പോകും, അല്ല ഒന്നും എനിക്കറിയാം. കോട്ടയവും എനിക്ക് തോന്നുന്നു കുറച്ചറിയാത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഹൈ റേഞ്ച് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? അവിടെ പറഞ്ഞു, കുമ്പനാട്ടൊന്ന് ചില സഹോദരന്മാർ ഹൈ റേഞ്ചിൽ പ്രവർത്തിക്കുന്ന ജോയ് പാമ്പാടിയുടെ വേലയിൽ സഹകരിക്കാൻ പോകുന്നുണ്ട്, ബ്രദർ വരുന്നെങ്കിൽ നമുക്ക് പോകാം. അപ്പം ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല 10-23 വയസ്സ് കഷ്ടേ ഉള്ളൂ. പെട്ടെന്ന് ഉള്ള ഡ്രസ്സെല്ലാം കൂടെ ഒന്ന് തേച്ച് ഒരു പെട്ടിക്കകത്താക്കി ഞാൻ പറഞ്ഞു, ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അവിടെ ചെന്നു. അന്നേരം അവിടെ വർക്ക് ചെയ്യുന്ന ജോയ് പാമ്പാടിയും കുഞ്ഞുമോൻ തോട്ടപ്പള്ളിയുമാണ്. എല്ലാവരും വളരെ ചെറുപ്പമാണ്. ജോയ് പാമ്പാടിച്ചാൻ എന്നേക്കാൾ ഒരു 10 വയസ്സ് കൂടുതലുണ്ട്. തോട്ടപ്പള്ളി എന്നേക്കാൾ ചിലപ്പോൾ 1 വയസ്സ് എളുപ്പമാണ്. ഞങ്ങൾ ഏതാണ്ടൊക്കെ സമപ്രായക്കാർ. അപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നു. ഇവരുടെ വർക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അന്നും ഇന്നും ദൈവം ഒരു ഭയങ്കര ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ദാഹം തന്നിട്ടുണ്ട്. കർത്താവിനോടുള്ള സ്നേഹവും എനിക്ക് തന്നിട്ടുണ്ട്. അതെനിക്ക് എവിടെയും പറയാൻ കഴിയും. എൻ്റെ ഉള്ളിൽ അതങ്ങനെ അങ്ങ് തുടിക്കും. ഇവരുടെ ഈ വർക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരുടെ കൂടെ അങ്ങ് നിൽക്കാം. ഒരു പ്രേരണ വന്നു, തോന്നലല്ല, ഒരു പ്രേരണ. ഈ പ്രേരണ തന്നെ ജോയ് പാമ്പാടിച്ചാനും വന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ഇനി എവിടെ പോകാനാ, ഇവിടെ നിൽക്കുക, ഇവിടാണ് ആളുകളെ ആവശ്യം, നമുക്കിവിടെ ഒന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഭാസ്ഥാപനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരോട് ചേർന്ന് ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റയ്ക്ക് ഞാൻ ആരംഭത്തിലെങ്ങും പ്രവർത്തിക്കാൻ പോയിട്ടില്ല. എല്ലാം എന്നേക്കാൾ പ്രായമുള്ള ദൈവദാസന്മാരോട് ചേർന്ന് അവരിൽ നിന്നുള്ള ആ ഒരു പരിജ്ഞാനമാണ് ആരംഭകാലങ്ങൾ. അതെനിക്ക് ഇന്നൊരു വലിയ അസറ്റായിട്ടിരിക്കുന്നുണ്ട്, അനുഭവ സമ്പത്തായിട്ടിരിക്കുന്നു. അങ്ങനെയാണ് സഭാസ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തനം? ഭവന സന്ദർശനം, പരസ്യയോഗങ്ങളൊക്കെ ആയിരുന്നു. അന്ന് പരസ്യയോഗങ്ങളുണ്ട്, പിന്നെ രാത്രി യോഗങ്ങളുണ്ട്. അന്നൊക്കെ വലിയ രസമാണ്. അപ്പോൾ പാമ്പാടിച്ചാൻ ഞങ്ങളെക്കാൾ മൂത്ത ആളാണ്. അദ്ദേഹമാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ സഹകരിക്കാൻ പല സ്ഥലത്തു നിന്ന് സഹോദരന്മാർ വരും. പക്ഷേ എന്നാൽ സ്ഥിരം ഞാനും തോട്ടപ്പള്ളിയുമാണ് ഇദ്ദേഹത്തോട് ഒരുമിച്ചുള്ളത്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലൊക്കെയാണ് ഈ വീടുകളിൽ യോഗം നടത്താൻ പോകുന്നത്. അപ്പോൾ ബാറ്ററി ചുമക്കണം. പാമ്പാടിച്ചാനൊരു ഹോണുണ്ട്, വലിയൊരു മൈക്കുണ്ട്. ആ മൈക്ക് അദ്ദേഹം 2 തോളിലും അങ്ങ് ഇടും. എന്നിട്ട് സഞ്ചിയും തൂക്കിയിടും. ഞങ്ങൾ സഞ്ചി തൂക്കിയിട്ടുകൊണ്ട് ഒന്നുകിൽ ഞാൻ ബാറ്ററി ചുമക്കുകയാണെങ്കിൽ തോട്ടപ്പള്ളി ഹാർമോണിയം വായിക്കാൻ ഒരു സഹോദരനുണ്ടായിരുന്നു. പുള്ളി പിന്നെ അങ്ങ് പോയി, നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങ് പോയി. അങ്ങേരുണ്ട്. അതുകൊണ്ട് ഹാർമോണിയം ചിലപ്പോൾ അങ്ങേര് ചുമക്കും, ഇല്ല തോട്ടപ്പള്ളി ചുമക്കും. കുറേ കഴിയും, കുറച്ച് നല്ല കയറ്റമാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തോട്ടപ്പള്ളി വാങ്ങിച്ച് തലച്ചുമടെ ചുമക്കും. അങ്ങനെ ഞങ്ങൾ മാറി മാറി ഈ ബാറ്ററിയും ചുമന്നുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ മീറ്റിംഗ്. അപ്പോൾ രാത്രി മീറ്റിംഗ് അത് ചെറിയ കൂട്ടായ്മ മീറ്റിങ്ങുകളാണ്. കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. കാഞ്ചിയാർ പഞ്ചായത്തിൽ ഞങ്ങൾ ഭവന സന്ദർശനം നടത്താത്ത ഈ ആധുനിക സമയത്ത് കാലത്തുള്ള വീടുകളേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന ഒറ്റ വീട് പോലും ഒഴിച്ചിട്ടില്ല. കാഞ്ചിയാർ പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ടോ, എത്ര വീടുകളുണ്ടോ, ചെറുതും വലുതുമായ എല്ലാ വീടുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി പറയും. വൈകുന്നേരം 4 മണിക്ക് പരസ്യയോഗങ്ങൾ ഓരോ സ്ഥലത്ത് നടത്തും. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ വീടുകളിൽ പോയി മൈക്ക് കെട്ടി അവരുടെ അനുവാദത്തോടു കൂടെ അങ്ങനെ ഉണ്ടായതാണ് ഈ കാഞ്ചിയാർ സഭ. ലബ്ബക്കട എന്ന് പറയും ആ സ്ഥലത്തിന്. ലബ്ബക്കടയിൽ നല്ലൊരു ഹോളുണ്ട്, നല്ല സഭയുണ്ട്. ജോയ് പാമ്പാടിച്ചാനെ മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം തനിക്ക് തൻ്റേതൊന്നും നോക്കാതെ, എന്തെങ്കിലും ചില സമ്പാദനം നടത്തണം എന്നൊന്നും ഓർക്കാതെ നന്നായിട്ട് അധ്വാനിച്ച് നിത്യതയിൽ ഇന്ന് അദ്ദേഹം വിശ്രമിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്കൊരു നല്ല മാർഗദർശിയായിരുന്നു. അങ്ങനെ ആണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വർഷത്തേക്ക്, ഇത് 77-78 കാലഘട്ടമാണ്. 78 കഴിഞ്ഞ് 79 ആയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, എനിക്ക്
കോട്ടായിൽ പോയി, രാജസ്ഥാൻ കോട്ട. അന്ന് MA തോമാച്ചാൻ അങ്ങോട്ട് ബൈബിൾ കോളേജ് ആരംഭിച്ച സമയമായി. ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടിലൂടെയും അദ്ദേഹം പോകുന്ന സമയമാണ്. ഒരു ബൈബിൾ സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ ഞങ്ങളവിടെ ഉള്ളപ്പോൾ എത്ര നാളുകൊണ്ടാണ് തീർത്തെന്നറിയാമോ? അങ്ങനെയൊക്കെയുള്ള തുച്ഛമായ വരുമാനത്തിലൂടെ വളരെ ദർശനമുള്ള, അത് ഞാൻ പിന്നെ പറയാം, മോനൊരു ചോദ്യമേതോ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, അന്നേരം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പാമ്പാടിച്ചാനോട് പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് പോയിച്ച് ഞാനിങ്ങ് വരാം, അല്ല എന്നെ ദൈവം അവിടെ ആക്കുകയാണെങ്കിൽ ആക്കാം. ചുരുക്കത്തിൽ അവിടെ 1 വർഷമേ ഞാൻ പഠിച്ചുള്ളൂ. എന്നോട് തന്നെ പറഞ്ഞു, ചാത്തന്നൂരിൽ നിന്ന് പഠിച്ചതല്ലേ, ഇവിടെ അത്രയൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് 1 വർഷം പഠിച്ചാൽ മതി, ഗ്രാജുവേഷൻ തരാം. ഒന്നുകിൽ ബോംബെ പോകണം, അവിടെ നമുക്കൊരു ബൈബിൾ കോളേജും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു, അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങണം, അല്ലെങ്കിൽ വേറെ എവിടെ. ഞാൻ പറഞ്ഞു, തോമാച്ചായി പഠിത്തം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്നും പറഞ്ഞ്. എന്നാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈക്കിൾ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂട്ടുകാരെന്നെ സൈക്കിൾ കയറ്റം പഠിപ്പിച്ചു. അങ്ങനെ സൈക്കിളിൽ ഞങ്ങൾ കുറേ ആളുകൾ എല്ലാവരും സന്ധ്യ കഴിയുമ്പോൾ, ഉച്ച കഴിയുമ്പോൾ ഗ്രൂപ്പായിട്ടങ്ങ് തിരിയും. ഗ്രൂപ്പായിട്ട് എനിക്കും ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ 3-5 പേര് ഈ വീടുകളിലെല്ലാം, ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന, ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. ദൈവം അന്നും കൃപ തന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് വിസ്മരിക്കാനാകുകയില്ല. അങ്ങനെ അങ്ങോട്ട് അവിടെ അന്ന് വലിയ ബുദ്ധിമുട്ടിയാണ്. ആഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും വലിയ എപ്പോഴും ഒന്നാ, അതെല്ലാം സംതൃപ്തിയോടായി കഴിച്ചേച്ച് പോകുന്നത്, നമുക്കല്ലാതെ എന്തോ ഉള്ളത്. അപ്പോൾ അങ്ങനെ പോയി ഒരുപാട് ആത്മാക്കളെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്തു. അവരിൽ അനേകരെ തോമാച്ചായൻ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ചില ആളുകളെ നേടാൻ അവിടെ വെച്ചും വന്ന്. പിന്നെ ഞാൻ 80-ൽ തിരിച്ചു പോന്നു. അങ്ങനെ വീണ്ടും ഹൈ റേഞ്ചിൽ പോയി. കുറേ നാളുകൂടെ പാമ്പാടി, അന്ന് തോട്ടപ്പള്ളി, പിന്നെ കോട്ടയത്തേക്ക് മടങ്ങിപ്പോന്നു. ഇദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളവരും ഞാനും ചെന്നു. ആ ഹോളിലാണ് താമസിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് എന്ന് വർക്ക് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ആലടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ എനിക്കൊരു മൈക്രോഫോൺ ഉണ്ടായിരുന്നു. ഈ തോളെ തൂക്കിയിടുന്ന മെഗാഫോൺ. ഈ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് ഇതും എടുത്തുകൊണ്ട് അങ്ങ് പോകും. 2 പേര് കാണുന്നിടത്ത് ഓണാക്കി ഒരു പാട്ടും പാടും, പ്രസംഗിക്കും, പ്രാർത്ഥിക്കും, ട്രാക്റ്റ് കൊടുക്കും, പിന്നെയും പോകും. ചിലപ്പോൾ തോട്ടം വഴി പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൊളുന്തുന്നുള്ളുന്ന ഭാഗം അവിടെ നിന്ന്. അങ്ങനെ ആ പരസ്യയോഗവും ഭവന സന്ദർശനവുമായിരുന്നു. അന്ന് ഇങ്ങനെ പബ്ലിക്കിലൊന്നും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. അതാണല്ലോ വിഷയം. ആ ഒരു രംഗത്തേക്ക് അന്നൊന്നും ദൈവം അനുവദിച്ചില്ല. എന്നെ ശരിക്കും ഒന്ന് പരുവപ്പെടുത്തി എടുത്തിട്ടാണ്. അല്ല ഇന്നത്തെ പോലെ ബൈബിൾ സ്കൂളിൽ പഠിക്കുക, സ്റ്റേജിലോട്ട്, ഇങ്ങനല്ലായിരുന്നു. ശരിക്കും ദൈവം ഒന്ന് പരുവപ്പെടുത്തി എടുത്ത് ഇവനെ ഇനി ഇവിടെ നിർത്താൻ കൊള്ളാമെന്നെങ്ങാണ്ട് അപ്പൻ വിചാരിച്ച് കാണും, എനിക്കറിയാൻ വയ്യ. അതിന് ശേഷമാണ് വന്നത്. അതിനു മുമ്പ് വരെ ഇത് കിലോമീറ്ററുകളാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും പ്രശംസയല്ല. കാരണം നിങ്ങൾ എത്ര ചെയ്താലും അപ്രയോജനഭൃത്യന്മാരെന്ന് നിങ്ങളെ തന്നെ വിളിപ്പീനെന്ന യേശു അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ക്രെഡിറ്റ് അല്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതുപോലും ചെയ്യാത്ത നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് അന്ന് നടന്നു. അന്നത്തെ വർക്കിലെയാണ് ഈ കാഞ്ചാറ്റിലെ സഭ. അതെൻ്റേത് മാത്രമല്ല, പാമ്പാടിച്ചാന് ഞങ്ങളുടെ 3 പേരുടെയും കൂട്ടായിരിക്കുന്ന. പിന്നെ വെളിയിൽ നിന്നൊക്കെ ആളുകൾ വരുമായിരുന്നു. അങ്ങനെ കത്തോലിക്കെന്നാണ് നല്ലൊരു പങ്കും അവിടെ ആളുകൾ വന്ന്. പിന്നെ അത് കട്ടപ്പനയിലായി, അന്യാർത്തോളുമായി. അതെല്ലാം ഈ ജോയി പാമ്പാടിച്ചാൻ്റെ ഉത്സാഹമാണ്. നമുക്കത് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനുശേഷം കൺവെൻഷൻ പ്രസംഗങ്ങളിൽ എങ്ങനെയാണ് കടന്നു വന്നത്? അതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഒരു സന്ദേശം കൊടുത്തതിനെ കുറിച്ച് ഓർമ്മയുണ്ട്? ആ ചോദ്യം അപ്രസക്തമാണ്. കൺവെൻഷൻ സ്റ്റേജിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കടന്നു വന്നില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ഇപ്പം ഗൾഫ്, നമുക്കറിയാം, ഇപ്പോഴുള്ളവർക്കറിയാം ഗൾഫിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകും, അമേരിക്കയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും, ഫണ്ടുണ്ട്. എൻ്റെ പൊന്ന് ജസ്വിനെ, എനിക്ക് ഇങ്ങനൊരു സാധ്യതയുണ്ടെന്നോ, ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ടെന്നോ, ഇങ്ങനെ ഫണ്ടുണ്ടെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ വേലയ്ക്ക് ഇറങ്ങി. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയോട് ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞത് എൻ്റെ ചെവിക്ക് കേട്ടതാ. ഇവനെ ആ കൊച്ചുകുഞ്ഞുപദേശിയെ പോലെ നടന്നു വേല ചെയ്യണം. എൻ്റെ അപ്പൻ പറഞ്ഞ വാക്കാ. അപ്പം നമുക്ക് അദ്ദേഹം ആരാ? കൊച്ചുകുഞ്ഞു ഉപദേശിയാരാ? അദ്ദേഹത്തിൻ്റെ കാറ്റ് കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. എന്നാൽ തന്നെ അതെൻ്റെ ചെവിയിലിങ്ങനെ. അപ്പം നമ്മളിങ്ങനെ നടക്കുക. അതെല്ലാം ഓർത്ത്
സന്തോഷമാണ്. ഇങ്ങനെ അങ്ങോട്ട് വല്ലോടത്തോട്ടും കയറിപ്പോകുമ്പോൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അപ്പം ഞാൻ മുട്ടുകുത്തും, ആരുമില്ലാത്തടത്ത് അന്ന് ചെറിയൊരു പാൻറ്റും ഒക്കെ ഇട്ടായി നടക്കുന്നു, കുത്തിയിട്ട് മേളോട്ട് നോക്കും, എന്നാ വരുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും, എന്നാ വരുന്നതെന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ഭയങ്കര അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്നതുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്കോട്ട് അറിയാനും വയ്യ. അങ്ങനെ അദ്ദേഹം എന്നെ പിടിച്ചാക്കി എന്ന് പറയുന്ന കുറേ കൂടെ നല്ലത്. ഞാൻ സ്റ്റേജ് അന്വേഷിച്ചോ ഫണ്ട് അന്വേഷിച്ചോ ഒന്നും പോയിട്ടില്ല. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിലായിരുന്നപ്പം YMEF അവിടെ ആരംഭിച്ചു. അതും പാമ്പാടിച്ചാൻ അതിൻ്റെ ആരംഭം. പിന്നെ അതിന് ഏറ്റവും സഹായിയായിരുന്നു ഇന്ന് മരിച്ചു കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു PV അലക്സാണ്ടർ പുത്തങ്കാവ്. അദ്ദേഹം അവിടുത്തെ ഹെൽത്ത് സെൻ്ററായിരുന്നു പൈനാവിൽ. അദ്ദേഹവും കൂടെ ചേർന്ന് ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഹൈറേഞ്ച് YMEF ആരംഭിച്ചത്. എന്നാൽ അതും 1978 79 കാലഘട്ടത്തിലാണ്, 80 മറ്റോ. അപ്പോൾ അതിലൊക്കെ എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കുമായിരുന്നു, അല്ലാതെ വെളിയിലൊന്നും പോവുകയില്ല. പിന്നെ കൺവെൻഷനിൽ ഒരു പ്രസംഗകനായിട്ട് ഞാൻ ആദ്യം പോകുന്നത് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ കിഴക്കേക്കോട്ട സഭയുടെ ഒരു പ്രവർത്തനം ചുവന്ന മണ്ണെന്നും പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അതെന്നാണെന്ന് ചോദിച്ച് ഒരുപാട് വർഷം മുമ്പാണ്, 82 അങ്ങനെങ്ങാണ്ട 83 മറ്റോ 82 അന്ന് എന്നെ ആ ചുവന്ന മണ്ണ് സൺഡേ സ്കൂളിൻ്റെ വാർഷികത്തിന് വിളിച്ചു. അതെങ്ങനെ വിളിച്ചെന്ന് ചോദിച്ചാൽ അടിമാലിയിൽ ജനറൽ YMEFൻ്റെ ക്യാമ്പ് നടന്നപ്പം ഹൈറേഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസംഗകൻ വേണമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ആക്കിയിരിക്കുക. അന്ന് എന്തൊക്കെയോ ദൈവം തന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് ഒരപ്പച്ചനും അപ്പച്ചൻ്റെ മോനും തോന്നി അടുത്ത സൺഡേ സ്കൂൾ വാർഷികത്തിന് ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാമെന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആദ്യം അവിടെ പോയത്. പിന്നെ ഞാൻ മറക്കുന്നില്ല, എൻ്റെ ദൈവം എന്നെ ഇതും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ ഉപയോഗിച്ചത് വടക്ക് ഭാഗത്തുള്ള ദൈവസഭകളിലെ ആളുകളാണ്. വിശേഷാൽ തൃശ്ശൂരും കടമറ്റം, ഊരമന തുടങ്ങിയ മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ വടക്ക് ഭാഗത്തുള്ള, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, വടക്ക് ഭാഗത്തുള്ള സഭകളാണ് എന്നെ ശരിക്കും ആരംഭകാലത്ത് എന്നിൽ ദൈവം തന്ന കൃപ തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചത് അവരെ. എനിക്കവരെ മറക്കാൻ പറ്റത്തില്ല. എനിക്കവരോട് ആ കാര്യത്തിൽ ഒരുപാട് കടപ്പാടുണ്ട്. ഈ വിവിധ ശുശ്രൂഷകളിൽ സാർ ഏർപ്പെട്ടിട്ടുണ്ട്. കൺവെൻഷൻ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകിയ ശുശ്രൂഷകൾ ഏതാണ്? അത് സംശയമില്ല, ഭവന സന്ദർശനവും പരസ്യയോഗവും ആളാമ്പ്രതി വേലയാണ്. ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കൺവെൻഷനിൽ ആഹ്വാനം കൊടുക്കുമ്പോൾ പലരും കൈപൊക്കിയിട്ടുണ്ട്. ഒരു 25, 30, 40 പേര് കൈപൊക്കിയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട്. പക്ഷേ അതൊന്നും നിലനിന്നൊന്നും കാണുന്നില്ല. ആരേലും ഒന്നോ മറ്റോ ഒക്കെ ഇങ്ങനെ നമ്മുടെ സഭയിലേക്കൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ പ്രയോജനകരമായ ശുശ്രൂഷ നിർവഹിച്ചതെല്ലാം ഇതുകൊണ്ടാണ്, ഈ ഭവന സന്ദർശനവും ആളാമ്പ്രതി വേലയുമാണ്.